ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ബീഫും ചിക്കനും ഒന്നല്ല, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കക്കയിറച്ചിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് കക്ക ഇറച്ചി എങ്ങനെ കറി വയ്ക്കുമെന്ന് നമുക്കിന്ന് കാണാം. അപ്പോൾ കക്കയിറച്ചി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇത് കക്കയിറച്ചി കഷ്ടപ്പാട് നന്നായി കഴുകി വൃത്തിയാക്കി കല്ലുപ്പിട്ട് ഉരച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കിയതാണ്. കുറേ പ്രാവശ്യം നന്നായി വൃത്തിയാക്കി കഴുകിയാൽ നമുക്ക് തിന്നാൻ മനസ്സിൽ പിടിച്ച് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വൃത്തിയായി കഴുകിയെടുത്ത സാധനമാണ് ഇത്. 1.5 കിലോ കക്കയിറച്ചി. എനിക്ക് വേണ്ട ഇതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊരു 4 സബോള. കക്കയിറച്ചി 1.5 കിലോനാണ്, അതുകൊണ്ട് സബോള കൂടുതൽ. 1.5 കിലോ കക്കയിറച്ചിക്ക് ഒരു 4 സബോള, കറിവേപ്പില, കളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് 2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണാണ്. കുരുമുളക് പൊടി 1/2 സ്പൂണ് മതി. ഇത് 2 സ്പൂണ് മുളക് പൊടി, ഒരു മുറി തേങ്ങ, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ കക്കയിറച്ചി നമ്മൾ കുക്കറിലിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിലടിക്കണം. നല്ല വേവുണ്ട് സാധനം. അപ്പോൾ എന്താണ് കുക്കറിലിട്ട് വേവിക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് ഇഞ്ചി ചേർക്കാം. അടുപ്പുമ്മ വയ്ക്കുമ്പോൾ ഒരു 2 കഷ്ണം പച്ചമുളകും ഇടാം, പിന്നെ ഒരു നുള്ള് സബോള, ഒരു നുള്ള് മുളക് പൊടി ഇടാം. നന്നായി കൂട്ടി തിരുമ്മി നമുക്ക് അടുപ്പുമ്മ വയ്ക്കാം. ഒരു 3 വിസിൽ പിടിക്കുന്ന വരെ വേവിക്കാം. നമ്മുടെ കക്കയിറച്ചി അവിടെ വേവുമ്പോഴേക്കും നമുക്ക് അവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ പാൻ ചൂടായതിൻ്റെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും അത് വേവും. നമ്മുടെ സബോള നന്നായി വാടിയുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമ്മുടെ സബോള നന്നായി വാടി. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഇന്നുള്ള നമ്മുടെ ഗരം മസാല, പെരിഞ്ജീരകം, ഏലക്കായ, കറിയാമ്പൂവൊക്കെ പൊടിച്ച പൊടി. നന്നായി ഒന്ന് മൊരിയുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടിടാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചത് നമുക്കിടാം. നമ്മുടെ കക്കയിറച്ചിക്കുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ട, എല്ലാം വാടി മൊരിഞ്ഞുണ്ട്. നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കി നോക്കാം. കുക്കറിലെ അയറൊക്കെ പോയി. നമ്മുടെ കക്കയിറച്ചി ഇവിടെ നല്ല സൂപ്പറായി വെന്തുണ്ട്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കക്കയിറച്ചിയൊക്കെ ഇതിൽ മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കക്കയിറച്ചി ഇവിടെ ഇതിൻ്റെ പണി പൂർത്തിയായി. ഇതിപ്പോൾ കക്കയിറച്ചി പാകമായിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ. സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക്. അങ്ങനെ ഇതാ നമ്മുടെ കക്കയിറച്ചി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ക്രിസ്മസിന് എല്ലാവരും ഇങ്ങനെ കക്കയിറച്ചി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റാണ് കഴിക്കാനായിട്ട്. സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടുത്ത ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.